ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പത്തലാണ്. ഒരുപാട് സമയം കുഴച്ച് സമയം കളയാതെ വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതാ പത്തലുണ്ടാക്കാൻ നമ്മൾ ഈ ഒരു അരിയാണ് ഉപയോഗിക്കുന്നത്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പുഴുങ്ങൽ അരിയാണ്. ഇത് തലേ ദിവസം കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചതാണ് ഇത്. അപ്പോൾ ഇത് ഒരു രാത്രിയിൽ തന്നെ കുതിർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അരക്കാൻ കിട്ടും. അപ്പോൾ ഇതും ഒരു കപ്പുണ്ട്. അത് നല്ല വൃത്തിയായി കഴുകിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഉപ്പ് ചേർത്ത് പിന്നെ ഇതാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ട് ഇട്ടാണ് ഞാനിതിവിടെ അരച്ചെടുക്കുന്നത്. കാരണം നമ്മൾക്കിത് അരി ആയതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കുറച്ച് ലൂസിൽ അരച്ച് കഴിഞ്ഞാൽ ആ ഒരു തിക്ക് ഇല്ലാതെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. പിന്നെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് തലേദിവസം അരച്ച് വെച്ചതാണ്. ഇങ്ങനെ തലേദിവസം അരക്കണമെന്നില്ല, നമ്മൾ ആ സമയത്ത് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോഴുണ്ടല്ലോ നമ്മൾ ഓവറായിട്ട് ഒഴിച്ച വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ പൊങ്ങി മുകളിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തലേദിവസം തന്നെ അരച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചുടുന്ന ആ ഒരു സമയത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ടെല്ലാം കുറച്ച് വെള്ളം ഇങ്ങനെ ഉണ്ടാവും. ആ വെള്ളം നമുക്ക് മാറ്റാം. നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കുറച്ച് കട്ടിയിൽ തന്നെ അരച്ചെടുക്കലാണ് നമ്മൾ നാട്ടിലൊക്കെ. അപ്പോൾ നമുക്കിവിടെ മിക്സിയിലാകുമ്പോൾ അത്രയും തിക്കിലായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് പാനിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക വേണ്ടത്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലോണം കുറുക്കി എടുക്കണം. നല്ല കട്ടിയായിട്ട് എടുക്കണം. നമ്മൾ പത്തലിൻ്റെ ആ ഒരു കട്ടി അറിയാമല്ലോ. അപ്പോൾ അത്രയും കട്ടിയായിട്ട് കിട്ടണം. അരി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും. ഒരുപാട് സമയം എടുത്ത് ഇതുപോലെ മിക്സാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ തന്നെ അത് നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ ഒരു കട്ടിയായ സമയത്ത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ സ്റ്റിക്കൊന്ന് മാറ്റി കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാമെന്ന്. ഇത് കൈ കൊണ്ട് കുഴക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു വടി കൊണ്ട് തന്നെ സ്റ്റിക്ക് കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. എനിക്ക് എളുപ്പം അതാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തൊക്കെ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത്. കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ ആ ഒരു നല്ല സോഫ്റ്റും നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും. ഇപ്പോൾ ഈ ഒരു മാവ് നല്ലോണം ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇത് അധികം കയ്യിൽ ചൂട് തട്ടാത്ത വിധത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് വലിയ ചൂടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സൈഡ് നമ്മളിത് കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പകുതിയാക്കിയിട്ട് എടുക്കണം. ഫുള്ളായിട്ട് ബാക്കിലോട്ട് ഇടാൻ പാടില്ല. പകുതിയാക്കിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ടൊന്ന് പരത്തിയെടുക്കുക. ആ ഒരു കൈ കൊണ്ട് തന്നെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ തൊടുന്ന ആ ഒരു സൈഡ് വലിയ ചൂടുണ്ടാവില്ല. കയ്യിൽ തൊടാൻ പറ്റുന്ന പോലത്തെ ഒരു ചൂടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ ആ ഒരു ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഈ ഒരു മാവ് നല്ല കട്ടിയായിട്ടുണ്ട്. ഇത്രയും കട്ടിയാന്ന് വേണ്ടത്. നമ്മുടെ കൈയൊക്കെ കുറച്ചൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മൾ എന്നും ചെയ്യുമ്പോൾ ഒരു ശീലമായി കഴിഞ്ഞാൽ അതൊന്നും വലിയ പ്രശ്നമാവില്ല. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം റെഡിയായ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് സമയം കൂടെ ഇതുപോലെ ഒന്നും കൂടെ കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതാ കുഴച്ച് റെഡിയായ ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഒരു കപ്പ് എനിക്ക് ഇത്രയും ഉരുളകളാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ വലിയ സൈസല്ല, മീഡിയം സൈസാക്കിയിട്ട് റെഡിയാക്കിയത്. ഇനി നമ്മൾ പരത്തിയെടുക്കുന്നത് പ്രസ്സിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് ഒന്ന് പരത്തിയെടുക്കുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ഒന്നുകൂടി ഈസിയാണ്. നല്ല പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ രണ്ട് പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഒരു ഫ്രൈ പാനും ഒരു ഇരുമ്പ് ചട്ടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രൈ പാനിലാണ് ഇടുന്നത്. ഫ്രൈ പാനിൽ ഇടുമ്പോൾ നമുക്ക് എടുക്കാൻ ഒന്നുകൂടെ ഈസി ആവും. അത് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് ഇളകി കിട്ടും. അപ്പോൾ അത് തിരിച്ചും മറിച്ച് വിട്ടതിന് ശേഷം നമ്മൾ ഇതാ സെക്കൻഡായിട്ട് ആ ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിത് പൊങ്ങിയെടുക്കുന്നതും ഒക്കെ ആയിട്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രസ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അടപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ തടവുക. ഇനി ഇതാ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്താൽ തന്നെ നല്ല ഒരു ചെറുതായിട്ടൊരു വട്ടമൊക്കെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നല്ലോണം വട്ടമായിട്ട് വരില്ലെങ്കിലും ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും.
അപ്പോൾ പത്തൽ ചുടുന്നത് ഒരു ഭാഗം ഒന്ന് രണ്ട് ഭാഗത്തും ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഈ ഒരു പാത്രത്തിലിട്ട് രണ്ട് സൈഡും വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പാത്രത്തിലേക്കും നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു വേവ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഇടുന്നത് നോൺ സ്റ്റിക്ക് പാനിലാണ്. അപ്പോൾ അവിടുന്ന് രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം മൂന്നാമതായി നമ്മൾ ഈ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മൾ അതേ രീതിയിൽ തന്നെ രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ് പത്തൽ. പത്തലൊക്കെ ഉണ്ടാക്കാൻ അധികം ആൾക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കാസർഗോഡ് ഭാഗത്ത് ഉണ്ടാക്കുന്ന പത്തലും മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് ഉണ്ടാക്കുന്ന പത്തലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ രീതിയിലുള്ള ഈ ഒരു പത്തലിൻ്റെ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. ഒരുപാട് ആൾക്കാർക്ക് ഇതും ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നല്ല ഇറച്ചിക്കറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.